കൊണ്ട് ഒരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് പോയി കുളിച്ച് വൃത്തിയായി വെള്ളിയാഴ്ച ജുമുഅക്ക് പോയി അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ച് നിസ്കാരം കഴിഞ്ഞ് പോന്നാൽ അള്ളാഹു അവിടെ ഒരു ഓഫർ വെച്ചു, അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ചൻ്റെ അടിയിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കും. അതുപോലെ ഒരു ബാങ്ക് വിളിച്ചു എല്ലാ ദിവസവും, ഒരു ബാങ്ക് വിളിച്ച് ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകി അതിന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത ബാങ്ക് വരെയുള്ള ദോഷങ്ങളൊന്നും എഴുതൂല, അതൊക്കെ പുറത്തു. അതുപോലെ വുളൂ ചെയ്ത് നിസ്കരിച്ചു, 5 വക്ത് വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ മനുഷ്യൻ്റെ എല്ലാ ചെറുദോഷങ്ങളും 5 വക്ത് നിസ്കാരങ്ങളിലോടുകൂടെ അള്ളാഹു പുറത്തു തരുന്നു. ഇങ്ങനെ ചെറുദോഷങ്ങളെ പൊറുക്കാൻ, അതാണല്ലോ മനുഷ്യൻ്റെ അടുത്തുനിന്ന് എപ്പോഴും വരുന്ന ദോഷം. ചെറുദോഷങ്ങൾ പൊറുക്കാൻ അള്ളാഹു തആല ധാരാളം ഓഫർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ സ്വതക്ക ചെയ്തു, ആ സ്വതക്കത്ത് തുത്ഫിഉൽ ഖതായ എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. ഏതൊരു സ്വതക്കയും അത് ദോഷങ്ങളെ അത് കെടുത്തിക്കളയും. ദോഷങ്ങൾ വലിയ ചൂടാണ്, ദോഷങ്ങളൊക്കെ തീയാണ്, അത് നരകത്തേക്കുള്ളതാണ് ദോഷങ്ങൾ, നന്മകൾ സ്വർഗത്തേക്കുള്ളതുമാണ്. അപ്പോൾ തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മകൾക്ക് ചൂടുണ്ട്, അവൻ്റെ ആത്മാവ് ചൂടാവുന്നു, അവൻ്റെ കൽബ് ചൂടാവുന്നു. ആ കൽബിൻ്റെ ചൂടും ആത്മാവിൻ്റെ ചൂടൊക്കെ കെടുത്തിക്കളയാൻ പറ്റും സ്വതക്ക ചെയ്യൽ. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിൽ ദോഷങ്ങൾ പൊറുക്കാനുള്ള കുറേ ഓഫറുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഈ ഓഫറൊന്നും ഒരാളെ ദോഷം പൊറുക്കാൻ ഉപകാരപ്രദമായില്ല. അങ്ങനെ അവൻ്റെ ദോഷം വന്തോഷമാണ്. വന്തോഷവും ചിലപ്പോൾ അല്ലാഹു തആല വലിയ നന്മ ചെയ്താൽ ആ നന്മയുടെ കാരണം കൊണ്ട് വന്തോഷം ചിലപ്പോൾ പൊറുക്കും. പക്ഷെ ഒരാൾ അങ്ങനെ ദോഷം സംഭവിച്ചിട്ടുണ്ട്, അവൻ്റെ ദോഷം പൊറുപ്പിക്കാൻ പറ്റുമൊന്നും അവൻ്റെയൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായത് വൃത്തിയായിട്ടില്ല. എന്നാൽ എന്താണ് അവിടെ നടക്കുക? ഇല്ലം മെനൽ ദംബഹു ഗുഫ്റാനുൻ, അവൻ്റെ ദോഷങ്ങളെ പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നമാ അദാബുഹു ഫിദ്ദുനിയാ, അവന് കിട്ടാൻ പോകുന്ന ശിക്ഷയൊക്കെ ദുനിയാവിലാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അല്ലാഹു ആഖിറത്തിലേക്ക് വെക്കുന്നില്ല. അവൻ്റെ ദോഷങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല അവന് പരീക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട അവൻ്റെ മക്കൾക്കോ ഭാര്യക്കോ അവനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവന് മനസ്സിക്ക് വലിയ വിഷമം ഉണ്ടാകുന്ന വിധത്തിൽ അല്ലാഹു തആല ശിക്ഷ കൊടുക്കും ദുനിയാവിൽ. ശിക്ഷിച്ചില്ലെങ്കിലോ അവിൽ ബർസഖി, അല്ലെങ്കിൽ അവൻ ഖബർക്ക് വരാൻ കാത്തുക്കും, ഖബറിൽ വെച്ചിട്ട് അല്ലാഹു തആല ശിക്ഷിക്കും. ദുനിയാവാണെങ്കിലും ഖബറാണെങ്കിലും അതൊക്കെ ഒരു അന്ത്യം അവസാനമുള്ള താമസമാണ്. ഖബറുവാസം എന്ന് പറയുന്നതും ഐഹികവാസം എന്നൊക്കെ പറയുന്നത് അത് തുച്ഛമായ സമയമാണ്. അതിനൊക്കെ ഒരു അറ്റമുണ്ട്, അറ്റമുള്ളതെല്ലാം ചെറുതാണ്. അപ്പോൾ ഈ ഉമ്മത്തിൽപ്പെട്ട ദോഷികൾ, അവൻ മുഅ്മിനാണെങ്കിൽ, മുഅ്മിനായി മരിച്ചവരാണെങ്കിൽ ഒന്നിരിക്കല്ല അവൻ്റെ ദോഷങ്ങൾ അവൻ്റെ അമലുകൾ കൊണ്ട് പൊറുക്കും. അങ്ങനെ പൊറുത്തിട്ടില്ലെങ്കിൽ അവനുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകും, അല്ലെങ്കിൽ അവനുള്ള ശിക്ഷ ഖബറിൽ വെച്ച് നൽകും. ബർസഖ് എന്ന് പറഞ്ഞാൽ ഖബർ. ഫയുഹ്ശറൂന ബിലാ ഇസ്യാൻ, അങ്ങനെ അവർ രണ്ടാമൂത്തിന് ശേഷം മഹ്ശറിലേക്ക് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു പാപവുമില്ലാതെ പാപ സുരക്ഷിതരായിട്ടാണ് അവർ പുനർജീവിപ്പിക്കപ്പെടുന്നത്. ഫയുഹ്ശറൂന ബിലാ ഇസ്യാനിൻ, ഒരു തെറ്റുമില്ലാത്തവരായി അവർ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ഭാഗ്യം അല്ലാഹു തആല ഒരൊറ്റ ആക്കും ഒരൊറ്റ സമുദായത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ സമുദായത്തിന് മാത്രമേ ഖബർ ശിക്ഷയുള്ളൂ, മറ്റുള്ള സമുദായത്തിനൊന്നും ഖബർ ശിക്ഷ ഇല്ല. എന്താ ഖബർ ശിക്ഷ ഇല്ലാത്തത്?
ഖബർ ശിക്ഷ ഇല്ലാത്തത് പൊതുവേ ഇല്ല എന്നാണ് പറയുന്നത്. മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആളുകൾക്ക് ഖബർ ശിക്ഷ ഉണ്ട്. അവർ അത്രത്തോളം അവർ വഴി തെറ്റിപ്പോയ ആളുകളായതുകൊണ്ട് ചില ആളുകൾക്ക് ഖബർ ശിക്ഷ ഉണ്ട്. പൊതുവേ മുൻ സമുദായങ്ങൾക്ക് ഖബർ ശിക്ഷ ഇല്ല, മഹ്ശറില ശിക്ഷ ഉള്ളത്. ഫിർഔനിനൊക്കെ ഖബർ ശിക്ഷ ഉണ്ട്. കാരണം ഫിർഔന് അതിര് വിട്ട തെറ്റാ ചെയ്തത്. അന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ അല്ല അവൻ പറഞ്ഞത്. അതുകൊണ്ട് അവന് ഖബർ ശിക്ഷ ഉണ്ട്. അതുപോലെ പഴയ കാലത്തെ ഒരു കവിയായിരുന്നു ഇംറുഉൽ ഖൈസ്. ഇംറുഉൽ ഖൈസിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, അവന് ഖബർ ശിക്ഷയുണ്ട്, ഖബറിലെ ശിക്ഷ ഉണ്ട്. അത് പിന്നെ ചില പ്രത്യേകക്കാർക്ക് അങ്ങനെ ഉണ്ട്. ഇംറുഉൽ ഖൈസിൻ്റെ അടുത്തുനിന്ന് തീരെ മാനവികതയ്ക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ വന്ന ആളാണ്. തെറ്റുകൾ മനുഷ്യന്മാരുടെ അടുത്തു നിന്നൊക്കെ സംഭവിക്കും, പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത വിധം അത്രയും അശ്ലീലമായ തെറ്റുകൾ ഇംറുഉൽ ഖൈസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഇംറുഉൽ ഖൈസിന് ശിക്ഷ ഉണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. പൊതുവെ ശിക്ഷ മുൻ സമുദായങ്ങൾക്ക് ഖബറിൽ ഇല്ല. അതിന് കാരണം അവർക്ക് മഹ്ശറിലേക്ക് അല്ലാഹു ബന്ധിച്ചു വെച്ചു. മഹ്ശറിലെ ശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതാണ് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ശിക്ഷ. വന്ന ഹിസാബഹും ഫിൽ ഖബരി. ഈ ഉമ്മത്തിനിക്ക് ഹിസാബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ഉമ്മത്തിൻ്റെ ഹിസാബ് ഖബറിൽ വെച്ചിട്ടാണ് ഹിസാബ് എടുക്കുന്നത്. മഹ്ശറിൽ ചെന്നാൽ സാധാരണ ഉമ്മത്തിനുണ്ടാകുന്ന ഹിസാബ് എടുക്കലൊന്നും ഈ ഉമ്മത്തിനില്ല. അത്രയും മഹത്വമുള്ളവരാണ് ഈ ഉമ്മത്ത്. വന്ന ഹിസാബവും, ഈ ഉമ്മത്തിൻ്റെ ഹിസാബ് ഫിൽ ഖബരി, ഖബറിലാണ്. വയുഗ്ഫറു ലഹും, ഈ ഉമ്മത്തിലേക്ക് പൊറുക്കപ്പെടുന്നു. ബിസ്തിഗ്ഫാരിൽ മുഅ്മിനീനൽ ഇഖ്വാൻ, മുഅ്മിനീകളായ അവരുടെ സഹോദരന്മാർ ഇവർ മരിച്ചു പോയ ശേഷം പൊറുക്കലിനെ തേടിയാൽ ഇവർ മരിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നു. കണ്ടോ, അതാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. നിർബന്ധമായും ദുആ ചെയ്യൽ ഇസ്ലാമിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ്. ഒരു മുഅ്മിന് മരിച്ചാൽ ആ മുഅ്മിൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി മറ്റുള്ളവർ ദുആ ചെയ്യൽ ഫർളാണ്, സുന്നത്തല്ല. അതാണല്ലോ നിസ്കാരം, മയ്യിത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു. റബ്ബേ, ഇദ്ദേഹത്തിന് നീ ഫുൾ പുറത്തു കൊടുക്ക്, എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്ത് കൊടുക്ക്, നീ റഹ്മത്ത് ചെയ്യ്, അവനെ സ്വർഗ്ഗക്കാരനാക്ക്. ഇങ്ങനെ നാം ദുആ ചെയ്യുന്നുണ്ട്. ഈ ദുആ കൊണ്ട് അല്ലാഹു തആല മനുഷ്യന് പുറത്തു കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ജീവിച്ചിരിപ്പുള്ള ആളുകൾ